സാർ നമസ്കാരം. നമസ്കാരം സാറ്, ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പൊതുവെ ആൾക്കാർ ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി ഈ തേനീച്ച കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ മലബാർ ഹണി ഒരുപാട് ഇങ്ങനെ ചെയ്യും, കുറേ തേനീച്ച കർഷകർക്കൊക്കെ കുറേ ട്രെയിനിങ്, കൃഷി വകുപ്പിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായ പദ്ധതികളൊക്കെ ഇല്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? കൃഷി വകുപ്പ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ പരമ്പരാഗത കൃഷിയിൽ നിന്നും വേറിട്ട് മൊത്തത്തില് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് യുവജനങ്ങളെ കൃത്യമായി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പദ്ധതി. അപ്പൊ അതിനു ആയിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കൃഷി തേനീച്ച കൃഷിയാണ്. അപ്പം യുവാക്കള് ധാരാളം ഇതിനകത്ത് താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് സഹായകമാകുന്നത് മലബാർ ഹണിയുടെ പ്രവർത്തനങ്ങളാണ്. കണ്ണൂർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നുള്ള പേരിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തേനീച്ച കൃഷിയെ കുറിച്ചുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകർഷകരായിട്ട് ധാരാളം കർഷകർ ഈ രംഗത്തേക്ക് വരികയും ഞങ്ങള് അവരെ കൃഷിക്കൂട്ടം എന്നുള്ള രീതിയിലേക്ക് അവരെ ഗ്രൂപ്പായിട്ട് നിർത്തിക്കൊണ്ട് ഗുണമേന്മയുള്ള തേൻ ഉത്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങളെ ഒരുപാട് തരത്തില് ഈ മലബാർ ഹണിയുടെ ഈ സംരംഭം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ചെങ്ങളായ കൃഷിഭവനിൽ നിന്ന് ഇപ്പം കുറെ കർഷകർ ഇങ്ങനെ സബ്സിഡിയുടെ സ്കീമിൽ വരുന്നുണ്ട്. ഇവിടെ തന്നെ വന്നവരെ അവിടെ സബ്സിഡിയുടെ ഒരു എന്താ പെർമിറ്റുമായിട്ട് വരുന്നുണ്ട്, 50% സബ്സിഡി. ആ സ്കീം ഈ വർഷം ഉണ്ടോ? എങ്ങനെയാണ് അത്? ശരിക്കും ഫാം പ്ലാൻ ബേസ്ഡ് കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കൃഷിയിലാധിഷ്ഠിത ഒരു പദ്ധതിയാണ് നമ്മൾ 2-3 വർഷമായിട്ട് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ ധനസഹായം കൊടുക്കുന്നതിന് പുറമെ ആൾക്കാരെ ഒരു തൊഴിൽ സംരംഭകരാക്കി മാറ്റുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലെ ആൾക്കാർക്ക് അവർക്ക് തേനീച്ചയും കോളനിയും മറ്റ് സബ്സിഡി 50% സബ്സിഡി എന്നുള്ള നിലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് മലബാർ ഹണി. അപ്പം അവർക്ക് ഇത് കേവലമായ സാധനങ്ങൾ നൽകുക മാത്രമല്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലേക്ക് അവരെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഒരു സംരംഭകരായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമ്മൾ ഒരു 10ഓളം കർഷകർക്ക് ഈ നമ്മളെ ഈ കൃഷിക്കൂട്ടം എന്നുള്ള രീതിയിൽ ഫാം പ്ലാൻ ബേസ്ഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തേനീച്ച കോളനി നൽകേണ്ട, അതിനെ ഞങ്ങൾ ഏറ്റവും അധികം സഹായിച്ചത് മലബാർ ഹണിയുടെ പ്രവർത്തകരാണ്. കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ പല കൃഷിഭവനിൽ നിന്നുണ്ടായിരുന്നു, തേനീച്ച പെട്ടികളൊക്കെ കൊടുത്തു. അങ്ങനെ തേനീച്ച കൃഷി ചെയ്യുന്നുണ്ട്, ഉൽപാദനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളിപ്പോ അങ്ങനെ ചെറുകിട കർഷകരെയൊക്കെ അവരെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ഈ വലിയ പ്ലാന്റും ഒക്കെ ഒന്നും സ്ഥാപിക്കാൻ കർഷകർക്ക് പറ്റിയില്ല. അപ്പൊ ചെറിയൊരു പ്ലാന്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 50 കിലോ തേനായാലും വീട്ടിൽ വെച്ച് സിംഗിൾ പൈസ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പൊ അതിൽ വെച്ച് ഏതാണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ തേനിനെ പ്രോസസ് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മെഷീൻ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ 4 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിന് കൃഷി വകുപ്പിന്റെ എന്തെങ്കിലും സബ്സിഡി ധനസഹായ പദ്ധതികളൊക്കെ ഉണ്ടോ? വ്യവസായ വകുപ്പിനേക്കാൾ എനിക്ക് തോന്നുന്നത് കർഷകർക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നത് കൃഷി വകുപ്പിനെ ആയിരിക്കുമല്ലോ. സാധാരണ പൊതുവെ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃഷി വകുപ്പുമായിട്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ SHMന്റെ ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടാവുമോ? സഹായം തീർച്ചയായും പറഞ്ഞ രീതി ഇത് വളരെ ശരിയാണ്. കേവലം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് അതൊരു സെക്കൻഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇന്നത്തെ ആധുനിക ലോകത്ത് ബ്രാൻഡ് ചെയ്ത് വിപണനം നടത്തുന്നതിന് കർഷകർക്ക് തീരെ സാധ്യമല്ല. അതിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറുകിട സംരംഭങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഗുണമേന്മയുള്ള തേൻ തന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഫാം പ്ലാൻ ബേസ്ഡ് കൾട്ടിവേഷൻ കൃഷിക്കൂട്ടം എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്തുള്ള സാധനങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ധനസഹായം നൽകി വരുന്നുണ്ട്. അതിലേക്ക് ഒരു നല്ല ചുവടുവയ്പ്പായിരിക്കും ഈ പറഞ്ഞ കാര്യം എന്ന്
ഞാൻ ആശിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇങ്ങനെ ഈ പല യൂണിറ്റുകൾ, ചെറുകിട യൂണിറ്റുകൾ കൂടി നമ്മളതിന്റെ ഒരു അപ്പക്സ് യൂണിറ്റ് ആക്കി ഒരുപാട് കർഷകരെ അവരുടെ സ്വന്തം തന്നെ അവര് പ്രോസസ്സ് ചെയ്ത് ഗുണമേന്മയുള്ള തേനാക്കി പ്ലാന്റ് ചെയ്ത് തന്നാൽ നമ്മളൊരു ബ്രാൻഡിൽ വിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിൽ വിൽക്കുകയോ, അത് ക്ലസ്റ്ററിന്റെ ഉദ്ദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ആ രീതിയിൽ ചെറുകിട യൂണിറ്റുകളെ കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്യാനാണ്. അപ്പൊ അതിനായിട്ടുള്ള സഹായങ്ങളാണ് നമുക്ക് ആവശ്യം. ആ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് ഞങ്ങളുടെ കൃഷി വകുപ്പിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഞങ്ങള് കൃഷി വകുപ്പ് തന്നെ കേരള ഗ്രോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ മലബാർ ഹണിയെ പോലുള്ള ഏജൻസി ഞങ്ങൾ കർഷകർക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കർഷകരെ ആധുനിക ഈ മാർക്കറ്റിംഗ് രംഗത്ത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വ്യാപാരത്തിലൂടെ അവരെ മികച്ച സംരംഭകരാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മലബാർ ഹണിയുടെ പ്രവർത്തകർ ചെയ്യുന്ന എല്ലാ ഇതിനും കൃഷി വകുപ്പിന്റെ പിന്തുണയുണ്ടായിരിക്കും. വിവിധ ഏജൻസികളിലൂടെ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു.